ത്തെ പുതുവത്സരാഘോഷ വിശേഷങ്ങളുമായിട്ട് വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു ഇപ്പോൾ എവിടെയാണുള്ളത്? അതുപോലെ തന്നെ തലസ്ഥാനത്തെ പുതുവർഷാഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ്? അതിരാ, ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ കനകക്കുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ വസന്തോത്സവം നടക്കുകയാണ്. അതിന്റെ പരിപാടിക്കായി ഈ പൂക്കളൊക്കെ കാണാനായി നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്ന ഒരു തിരക്ക്. ഈ പ്രദേശത്ത് കൂടുതൽ ആളുകളും ഇപ്പോൾ അതിന്റെ ഭാഗമായി എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ന്യൂ ഇയർ പരിപാടികൾ ഇവിടെയും ഉണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെ മറ്റ് സ്ഥലങ്ങളായിട്ട് പ്രധാനമായും ഈ കോവളം അതുപോലെ ശംഖുമുഖമുള്ള സ്ഥലത്തൊക്കെയാണ്, ബീച്ച് സൈഡിലാണ് ഏറ്റവും കൂടുതലും ഇന്ന് ന്യൂ ഇയർ ആഘോഷം. വർക്കലയിലുമുണ്ട്. ഇതിനപ്പുറത്തേക്ക് മാനവീയം വീതിയിലും ഒരല്പം ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കും. ഏതായാലും ഇപ്പോൾ അതിന്റെ ഒരു തിരക്കിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിലുള്ളൊരു സാധാരണ തിരക്ക് മാത്രമാണ്. ന്യൂ ഇയറിന്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് ആളുകൾ എത്തിയിട്ടില്ല. വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഇനി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ്. അതായത് രാത്രി ഒരു 7 മണി കഴിഞ്ഞ് ആ ലൈറ്റിങ്ങിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അതിനുശേഷം തിരക്ക് വർദ്ധിച്ചു തുടങ്ങും. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഈ തിരക്കിനിടയിൽ തന്നെ നിയന്ത്രണത്തിനായി പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ ഈ നഗരപരിധിയിൽ തന്നെ കൂടുതൽ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി പരിപാടികളൊക്കെ നടക്കുന്നത്, അതായത് DJ പാർട്ടിയും ഒക്കെ രാത്രി ഉണ്ടാകും. പലയിടത്തും പ്രത്യേകിച്ച് പരിപാടികളെല്ലാം ഉണ്ടാകും, വിരുന്നുകൾ ഒരുക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണയും തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു ന്യൂ ഇയർ ആഘോഷം തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ഇന്നും ഉണ്ടാകും. അർദ്ധരാത്രി 12 കഴിഞ്ഞാലും റോഡിലൊക്കെ വലിയ തിരക്കായിരിക്കും. യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പോലീസിന്റെ സുരക്ഷ അതീവ ഗൗരവത്തോടെ തന്നെ ഉണ്ടാകും. ഇതിനെല്ലാം ഉപരി തന്നെ ന്യൂ ഇയർ ആഘോഷത്തിനായുള്ള കാത്തിരിപ്പ് ഇനി രാത്രി 10 മണി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു തിരക്കിലേക്ക് പൊതുവായി എത്തുന്നത്. പ്രധാനമായും ബീച്ച് സൈഡിലേക്കായിരിക്കും കൂടുതൽ ആളുകൾ എത്തുന്നത്. അതിന്റെ ഒരു അതായത് ഈ ശംഖുമുഖം സൈഡും അതോടൊപ്പം തന്നെ വർക്കല, കോവളം ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാനായി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം ഉപരി മാനവീയം വീതിയിലും തിരുവനന്തപുരത്ത് നഗരത്തിനുള്ള ഈ കനകക്കുന്ന് പ്രദേശത്തുമൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും. ഇതാണ് പൂർണ്ണമായും ഇന്നൊരു ന്യൂ ഇയറിന്റെ ആവേശത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് സാധാരണഗതിയിലേക്ക് വസന്തോത്സവം കാണാൻ വരുന്ന തിരക്കൊക്കെയാണ്. അതിൽ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കുറച്ചുപേർ മാത്രമായിരിക്കാം വന്നുകൂടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി മണിക്കൂറുകൾ കഴിയും തോറും തിരക്ക് വർദ്ധിക്കും. റോഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, അത്രത്തോളം തിരക്കുണ്ടാവും. രാത്രി 10 കഴിയുന്നതോടെ ന്യൂ ഇയറിനായുള്ള ഒരു കാത്തിരിപ്പ് തുടങ്ങും. 12 മണി വരെ വലിയ ആഘോഷമായിരിക്കും. അത് കഴിഞ്ഞും ന്യൂ ഇയറിന്റെ ആ ഒരു സന്തോഷം എല്ലായിടത്തും കാണും. ആ ഒരു തിരക്കെല്ലാം തലസ്ഥാനത്ത് പതിവ് പോലെ എല്ലാ വർഷത്തെയും പോലെ ഉണ്ടാവും. ആതിര. ശരി വിഷ്ണു, 2025 വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകം. പുതുവർഷാഘോഷത്തിന് മണിക്കൂറുകൾ എണ്ണിക്കാത്തിരിക്കുകയാണ് എല്ലാവരും.